ഗുഡ് ഈവനിങ്. അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗസ്റ്റിനെയാണ്. യമൻ എന്ന വളരെ പവിത്രവും അതുപോലെ സാംസ്കാരിക സമ്പന്നതയുമുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എൻ്റെ വന്യപിതാവ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാജ്യം യമനായിരുന്നു എന്നുള്ളതാണ്. ആ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തെവിടെ പോകുമ്പോഴും പുസ്തകശാലയിൽ പോയി അവരോട് ആദ്യമായി ചോദിക്കുന്നത് ഇവിടെ യമനിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകമുണ്ടോ എന്നുള്ളതാണ്. അത്രയധികം പാഷനായിരുന്നു. എന്നിട്ട് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് സാഹിബിനോടൊപ്പം ഒരിക്കൽ യമൻ സന്ദർശിക്കുകയുണ്ടായി. ആ യമനിൻ്റെ ഓരോ ഉൾപ്രദേശങ്ങളിലും സന്ദർശിച്ച്, ഹദറുൽ മൗത്തിലും തെരീമിലും സന്ദർശിച്ച് അതിനെക്കുറിച്ച് പത്രത്തിൽ പിന്നീട് ഒരുപാട് യാത്രാ വിവരണവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. യമനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരാതനമായ സംസ്കാരമുള്ള ഒരു രാഷ്ട്രമാണ്. നമുക്കറിയാം, ഇസ്ലാം ആവിർഭാവം കൊണ്ടത് അന്നത്തെ ഹിജാസിലാണ്, സൗദി അറേബ്യയിലാണ്. പക്ഷേ 7-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം യമനിലെത്തി. അവിടെ അതിൻ്റെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സബ് ഭരണകൂടത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുർആനിൽ തന്നെ സബ് ഗോത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മാരിബ് അണക്കെട്ട് ഖുർആനിൽ വ്യക്തമായി തന്നെ അതിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അപ്പം അന്ന് മുതൽ തന്നെ സാംസ്കാരികപരമായി നാഗരികതകളൊക്കെ ലോകത്തിന് സമ്മാനിച്ചു കൊണ്ടിരുന്ന ഒരു നാടാണ് യമൻ. പിന്നീട് അവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ എത്തുകയും അവിടെ കോളനി സ്ഥാപിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ വലിയൊരു തുറമുഖം ഉത്ഭവിക്കുകയുണ്ടായി. ഏദൻ നഗരത്തെ ആസ്പദമാക്കിക്കൊണ്ട് പിന്നീട് അവിടെ നിന്നും ധാരാളം സ്ഥലങ്ങളിലേക്ക് കച്ചവട സംഘങ്ങൾ പുറപ്പെടുകയുണ്ടായി. ഈയൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തീം തന്നെ കടൽ എന്നുള്ളത് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കടൽ മാർഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്രയോ സഞ്ചാരികൾ പുറപ്പെടുകയുണ്ടായി. കച്ചവടത്തിന് വേണ്ടിയായിരുന്നു പ്രത്യേകിച്ചും. പക്ഷെ അവരെ കൂടെ പല നാടുകളിലേക്കും ഇസ്ലാമിക പണ്ഡിതന്മാർ, സൂഫികൾ, ഇവരൊക്കെ ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. അത് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ മാത്രമല്ല, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലൊക്കെ ഇപ്പോഴും ഒരുപാട് യമനി പാരമ്പര്യമുള്ള അവിടെ വന്നു കൂടിയ ഹലർമികളെ കാണാൻ സാധിക്കും. ഏകദേശം 5 മില്യണോളം ഹലർമികൾ ഇപ്പോഴും ഇന്തോനേഷ്യയിലുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ആ കച്ചവട സംഘത്തിനോടൊപ്പം അറിവും സംസ്കാരവും ലോകത്തിന് പരത്തിയ ഒരു വലിയ ചരിത്രം അവർക്കുണ്ട്. ഇപ്പോൾ ഫാർ ഈസ്റ്റിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരുപാട് സ്കൂളുകൾ, സിംഗപ്പൂരിലൊക്കെ അൽ സഖാഫ് സ്കൂളുകൾ, അതുപോലെ മറ്റ് ഹലറമി ബന്ധമുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും.
മാത്രമല്ല കേരളത്തിൽ യമനി ബന്ധം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. നമുക്കറിയാം, കേരളത്തിലെ വിവിധ മത സാമൂഹ്യ രംഗത്ത് യമനിൽ നിന്ന് വന്ന അവിടുത്തെ മിഷനറിമാർ, അവരൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കേവലം അവർ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളുമായി അവർ ഹൃദയബന്ധം സ്ഥാപിക്കുകയും നമ്മുടെ സംസ്കാരത്തോട് ലയിക്കുകയും ചെയ്തവരാണ്. അങ്ങനെ ഒരു വലിയ ബന്ധം ആ നാൾ മുതൽ തന്നെ യമനികളുമായി നമുക്കുണ്ട്. കാരണം യമന് വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. എല്ലാ വിജ്ഞാനവും യമനിൽ നിന്നാണ് പിന്നീട് ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. മമ്പ്രം തങ്ങളുടെ അമ്മാവന്മാർ അവരുടെ കോഴിക്കോടേക്കാണ് വന്നത്. അവർ വന്ന് ഈ കോഴിക്കോട് കുറ്റിച്ചിറയിൽ തന്നെ അവരുടെ കബടം ഇപ്പോഴും ഉണ്ട്. അവരുടെ സഹോദരി പുത്രിയാണ് മമ്പ്രം തങ്ങൾ. അവർ വന്ന് ഇവിടെ നിന്നും പോയി പിന്നീട് എൻ്റെ സഹോദര പുത്രൻ ഇവിടെ വരും, എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. ആ ഒരു സമയത്ത് പിന്നെ അവരുടെ മരണശേഷം അവർ വരികയും അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആ ഒരു സംസ്കാരം പിന്നീട് മമ്പ്രം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിന്നുകൊണ്ട് സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒന്നാമതായി അന്ന് ഒരുപാട് ജാതീയത ഉണ്ടായിരുന്നു. ആ ജാതീയതക്കെതിരെ ശക്തമായ രീതിയിൽ അവർ പോരാടുകയും ഇവിടുത്തെ മറ്റു സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദര സമുദായത്തിൽപ്പെട്ടുള്ള സഹോദരന്മാരെ, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗം നിൽക്കുന്നവരെ കൂടെ ചേർത്ത് നിർത്തി അവർ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയാൻ പോലും തുടങ്ങിയ നാളുകളായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുണ്ടാക്കിയിട്ടുള്ള സൗഹൃദം, സഹവർത്തിത്വം, അതാണ് പിന്നീട് ഇവിടെ ഇവിടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്താനും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളവും യമനും തമ്മിലുള്ള ബന്ധം, അതിൽ രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഞങ്ങളുടെ വന്യപിതാവായിട്ടുള്ള അല്ലെങ്കിൽ പിതാമഹന്മാരായിട്ടുള്ള സെയ്ദ് അലി ശിഹാബുദ്ദീൻ 1768 വളപട്ടണത്ത് വരുന്നത്. അദ്ദേഹം പിന്നീട് അറക്കൽ തറവാട്ടിൽ നിന്നും വിവാഹം കഴിച്ചു. പിന്നെ കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട് നിന്ന് പിന്നെ മലപ്പുറത്തേക്ക് പോയി. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പേ വന്നിട്ടുള്ള ആ കുടുംബം, ഷിഹാബ് കബീലയുണ്ട്, ഹൈദ്രോസി ഉണ്ട്, സഖാഫ് ഉണ്ട്, ബാഫക്കി ഉണ്ട്. അവരൊക്കെ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചവരാണ്. കേവലം ഇവിടെ വന്ന് ഇവിടെ കൂടുക മാത്രമല്ല, അവരിവിടെ കച്ചവടത്തിനും മിഷനറിക്കും വന്ന് ഇവിടുത്തെ സാധാരണക്കാരായി മാത്രം ജീവിച്ചവരല്ല, അവരൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് കൂടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ഒരു അധിനിവേശം, സാംസ്കാരികപരമായ അധിനിവേശം നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം അടക്കമുള്ള പണ്ഡിതന്മാർ, അവരൊക്കെ ഇവിടെ വൈജ്ഞാനിക കേന്ദ്രമാക്കി മാറ്റുന്നതിൽ, മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി, അവിടെ ഒരു വലിയ വിജ്ഞാന വിപ്ലവം ഉണ്ടാക്കി. അത് കേരളത്തിലെ ഒരുപാട് തീരങ്ങളിൽ ഒരുപാട് വിജ്ഞാന കേന്ദ്രങ്ങൾ, പല പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ദർസ് പഠനം, അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചരിത്രകാരൻ ഹെൻസങ് ഹോ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, ദ ഗ്രേവ്സ് ഓഫ് തെരീം. അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് യമനിൽ നിന്നും പോയിട്ടുള്ള, പ്രത്യേകിച്ച് ഹദർമൗത്തിൽ നിന്നും പോയിട്ടുള്ള
നിരവധി പണ്ഡിതന്മാരുടെയും സൂഫി വര്യന്മാരുടെയും ഒക്കെ കബറിടങ്ങൾ സന്ദർശിക്കുകയും അവർ വന്ന പശ്ചാത്തലങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ പഠനമുണ്ട്. ആ പുസ്തകത്തിൽ നമുക്ക് സാധിക്കും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളം മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, ശ്രീലങ്കയിൽ, അതുപോലെ ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ, അതുപോലെ മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഇവിടെയൊക്കെ അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ സാന്നിധ്യം ആ നാടിൻ്റെ ആത്മീയപരമായും സാംസ്കാരികപരമായും സാമൂഹ്യപരമായിട്ടുള്ള മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അടയാളപ്പെടുത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വലിയ മുന്നേറ്റങ്ങൾ നമ്മുടെ നാടിൻ്റെ ഒരു പാരസ്പര്യ, അതായത് അവരിവിടെ വന്നപ്പോൾ ഇവിടെ കൈനീട്ടി സ്വീകരിക്കുകയും നമ്മുടെ സംസ്കാരത്തെയും വൈജ്ഞാനിക മേഖലയെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചതും ആ ഒരു യമൻ ബന്ധം നമുക്ക് വലിയ തുണയായിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നീട് യമനെ സംബന്ധിച്ചിടത്തോളം യമൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ വാണിജ്യ നഗരമായിരുന്നു. പിന്നീട് കൊളോണിയലിസം, അതായത് ഒരു മൊണോപ്പൊളി ചില രാജ്യങ്ങളുടെ, അവിടെ ഒട്ടോമൻ എംപയറിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും ആധിപത്യം അവിടെയൊക്കെ ഉണ്ടായപ്പോൾ പിന്നീട് അത് വിഭജിക്കുകയുണ്ടായി. അതിലൂടെ അന്ന് മുതൽ തന്നെ 1800-കളിൽ തന്നെ അവിടെ ഒരു അൺറസ്റ്റ്, ഒരു ഭരണപരമായ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്ന് മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ലോകത്തെ ഒരുപാട് വലിയ സംസ്കാരവും അതുപോലെ വാണിജ്യവും സാമ്പത്തികമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിരുന്ന നാട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ പട്ടിണി രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളൊന്നാണ്. അവിടെ യുദ്ധങ്ങളുണ്ടായി, ആ യുദ്ധങ്ങളിൽ ഒരുപാട് അഭയാർത്ഥികളുണ്ടായി. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ GCC-യിലേക്ക് പോകുമ്പോൾ യമനിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾ അവരിന്നും അഭയാർത്ഥികളായി സൗദി അറേബ്യയിലും മറ്റൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശിഥിലീകരണം ഒരു രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന, നമ്മൾ എപ്പോഴും യമൻ സമാധാനപരമായി അവിടെ നിന്ന് വന്ന ആളുകൾ സമാധാനകാംക്ഷികളാണ്, സമാധാനത്തോടുകൂടി സംവദിക്കുന്നവരാണ്, ഈ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് ആ രാജ്യത്തിൻ്റെ അവസ്ഥ, സന്തോഷ് ജോർജ് കുരങ്ങ കൂടുതലായി ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പോയ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പോലും നമുക്ക് ഭയപ്പാടോട് കൂടി അല്ലാതെ പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത്രയധികം ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെ ഭരണത്തിൻ്റെ അസ്ഥിരതയും ഇതൊക്കെ ഒരു നാടിനെ എത്രത്തോളം ക്ഷയിപ്പിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കൊക്കെ ഈ ഒരു കടൽ എന്നുള്ള തീം, മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ യമനുമായുള്ള ഈ ഇത്തരത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും നമുക്ക് ധാരാളം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ സഹവർത്തിത്വം ഊഷ്മളമാക്കുന്നതിൽ, ഇവിടുത്തെ വൈദേശികാധിപത്യത്തിനെതിരെ പോരാടുവാൻ നമ്മളെ പ്രചോദനമാക്കിയതും നമുക്ക് അതിൽ കൂടുതൽ അവരൊക്കെ പിന്തുണ കിട്ടിയതൊക്കെ തന്നെയും നമുക്ക് വലിയ പാഠമാണ്. ഇനി കൂടുതൽ ഇതിന് ശേഷം ഞാൻ സന്തോഷ് കുളങ്ങൾക്ക് അവർക്കൊക്കെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഞാൻ ആഡ് ചെയ്യാം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഈ വൈകുന്നേരം നിങ്ങളുമായിട്ട് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുനവർ അലി തങ്ങൾക്ക് ഒക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. യമനിലേക്ക് ഞാൻ നടത്തിയ യാത്ര കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. സഞ്ചാരത്തിൻ്റെ ഒരു പുതിയ രാജ്യമായിട്ട് ഞാനെങ്ങനെ മനസ്സിൽ കണ്ടത് അക്കാലത്ത് യമനായിരുന്നു. കുറേ രാജ്യങ്ങൾ പോയതിന് ശേഷമാണ്. പക്ഷേ ആ യാത്ര 5 or 6 തവണ മുടങ്ങിപ്പോയി. അക്കാലത്ത് ഞാൻ ഇത്തരം ചില നമുക്ക് സാധാരണഗതിയിൽ വളരെ എളുപ്പത്തിൽ പോകാവുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റിലല്ല യമൻ ആ സമയത്ത്. യമനിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയുകയും ചെയ്യാം.
വാർത്തകൾ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി അക്കാലത്ത് ടൂറ് ഒക്കെ ഡിസൈൻ ചെയ്ത് തന്നിരുന്ന ഒരു ലേഡിയുണ്ട്. അവരൊരു ടൂർ കമ്പനി നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് യമനിലാണ് പോകേണ്ടത്. കാരണം ഈ യമൻ എന്നെ ആകർഷിക്കാൻ കാരണം സത്യത്തിൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന യമൻ്റെ ചില ദൃശ്യങ്ങളാണ്. യമൻ എന്ന് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ അക്കാലത്തെ എൻസൈക്ലോപ്പീഡിയകളിലൊക്കെ യമനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും ആദ്യം കാണുന്ന ദൃശ്യം പ്രത്യേക രൂപത്തിൽ നിർമ്മിച്ച 8-10 നിലകളുള്ള കെട്ടിടങ്ങളുടെ രൂപങ്ങളാണ്. ലോകത്ത് വേറൊരിടത്തും കാണാത്ത നിർമ്മിതികൾ. 700, 800, 1000 വർഷം മുമ്പ് 10-12 നിലകളുള്ള കെട്ടിടങ്ങൾ പണിത ഒരു നാട്ടുകാരായിരുന്നു യമനികൾ. അതായത് 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മൾ സഞ്ചാരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്പരചുംബികളുള്ള ഒരു നാട് യമനായിരുന്നു. അപ്പോൾ ആ യമനിലെ നിർമ്മിതികളൊക്കെ വളരെ മനോഹരങ്ങളുമായിരുന്നു. പ്രത്യേകമായ ഒരു രൂപഘടന, ആർക്കിടെക്ചറൽ വ്യത്യാസം നമുക്ക് വളരെ പ്രകടമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ദൃശ്യങ്ങളാണ് നമ്മളെ ആദ്യം സ്വാധീനിക്കുക. അപ്പോൾ ഈ നാട്ടിലൊന്ന് പോകണമെന്ന് തീരുമാനിച്ചു. ആ നാടിനെക്കുറിച്ച് പഠിച്ചു. ആ നാടിൻ്റെ ചരിത്രം, പാരമ്പര്യം, അവിടുത്തെ ജീവിതം ഒക്കെ പഠിച്ചു. പക്ഷേ ഒരു വലിയ തടസ്സം അപ്പോൾ ഉണ്ടായിരുന്നത് ആ സമയമൊക്കെ ആയപ്പോഴേക്കും യമനിലെ വലിയ പ്രക്ഷോഭങ്ങളുടെ, വലിയ യുദ്ധത്തിൻ്റെ സമാനമായ ഒരു കാലാവസ്ഥയുടെയൊക്കെ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഓരോ തവണയും പോകാൻ ടിക്കറ്റ് എടുക്കും. ഇവരെനിക്ക് അവിടെ താമസിക്കാനുള്ള ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യും. യാത്ര പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ അവിടെ നിന്ന്, ആ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു മെസ്സേജ് വരും, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് വന്നാൽ മതി, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പത്രം വായിക്കുമ്പോൾ ചെറിയ പ്രശ്നമല്ല, അവിടെ പട്ടണത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. വീണ്ടും 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ടിക്കറ്റ് എടുക്കും. ഇങ്ങനെ 5 തവണ മാറ്റിവെച്ചു. 6ാമത്തെ തവണ യമനിലെ സനയിലുള്ള ഒരു ടൂർ കമ്പനി പറഞ്ഞു ധൈര്യമായിട്ട് പോന്നോളൂ, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് 6ാമത്തെ തവണ ഞാൻ സന പട്ടണത്തിൽ ചെന്നിറങ്ങുന്നത്. സന പട്ടണത്തിൽ ചെന്നിറങ്ങുമ്പോൾ ഈ വിമാനത്തിൽ പാതിയോളം സീറ്റുകളിലെ ആളുകളുള്ളൂ. എനിക്ക് തോന്നുന്നത്, അത് ഞാനിപ്പോൾ കൃത്യമായിട്ടത് ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നത് ദുബായിൽ നിന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ലത്. ഏതായാലും ആ ഫ്ലൈറ്റ് നിറയെ ആളുകളുണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് സനയിലെ എയർപോർട്ടിൽ ഇറങ്ങുന്നു. അപ്പോൾ സനയിലെ എയർപോർട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റം പല വിമാനത്താവളങ്ങളിലും, കോഴിക്കോട് എയർപോർട്ടാണെങ്കിലും കൊച്ചി എയർപോർട്ടാണെങ്കിലും ഒക്കെയുള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ദുബായിലെയോ ഖത്തറിലെയോ ഒന്നും നമ്മൾ കമ്പയർ ചെയ്യുക പോലും വേണ്ട. അങ്ങനെയൊന്നുമില്ല. ഒരു നാട്ടിൻപുറത്തെ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് പോലെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സർക്കാർ ഓഫീസിലേക്കോ ഒരു ആശുപത്രി, സർക്കാർ ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്ന പോലെ ആളുകൾ തലങ്ങും വിലങ്ങും ഒക്കെ ഓടുന്നു. ഇടയ്ക്ക് കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നു. ചില കൗണ്ടറുകൾ കഴിഞ്ഞ് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പലതരം ആളുകൾ നടക്കുന്നു. ഈ നടക്കുന്ന ആളുകൾ എല്ലാവരുടെയും മിക്കവാറും ആളുകളൊക്കെ ഒരു സാധാരണ വസ്ത്രം ധരിച്ചതിന് ശേഷം അതിന് പുറത്തൊരു കോട്ട് ധരിച്ചിട്ടുണ്ട്. ഈ കോട്ടിന് 2 സൈഡിലേക്ക് മാറിയിരിക്കുക. പക്ഷേ അരയിൽ കെട്ടിയിരിക്കുന്ന ഒരു വലിയൊരു ഒരു ബെൽറ്റ് പോലെ ഒരു വസ്തുവുണ്ട്. അതിലൊരു കത്തിയുണ്ട്, നല്ലൊരു കത്തി. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും എയർപോർട്ടിനകത്തോടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് സംശയമായി, നമ്മുടെ എയർപോർട്ടിനകത്തേക്ക് സാധാരണഗതിയിൽ ആയുധങ്ങളൊന്നും പ്രവേശിപ്പിക്കില്ലല്ലോ. പക്ഷേ ഇത് എയർപോർട്ടിനകത്തും ഇതൊക്കെ അനുവദനീയമാണ്. ആളുകൾ അങ്ങ് നടക്കുന്നു, പോലീസിൻ്റെ സാന്നിധ്യമൊന്നും കാര്യമായിട്ടില്ല. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ലുങ്കി ഉടുത്ത, അതിൻ്റെ പുറത്ത് വസ്ത്രം ധരിച്ച് കോട്ടിട്ട, അതിൻ്റെ ഒരു കത്തി അരയിൽ തിരികുക ഒരാൾ എൻ്റെ നേരെ വരുന്നു. അപ്പോൾ എൻ്റെ രൂപവും എൻ്റെ കയ്യിലെ ക്യാമറയും ഒക്കെ കണ്ടിട്ടായിരിക്കണം അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. സയ്യിദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ അങ്ങോട്ടൊരു 4-5 ദിവസം ഞാനും സയ്യിദും ഒന്നിച്ചായിരുന്നു ഈ യമൻ്റെ ഉൾനാടുകളിലൂടെ ദീർഘമായ യാത്രകളൊക്കെ നടത്തിയത്. അപ്പോഴാണ് ആദ്യത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ചെന്നിറങ്ങി അധികം താമസിച്ചാൽ തന്നെ സന നഗരം ഒന്ന് കാണണം, നഗരത്തിലെ കാഴ്ചകൾ, മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു, അവിടുത്തെ ചരിത്ര പ്രദേശങ്ങൾ ഒക്കെ കാണണം. അപ്പോൾ സനയുടെ സാധാരണ മനുഷ്യർ വസിക്കുന്ന നഗരഹൃദയത്തിലേക്കാണ് പോകുന്നത്. പുരാതനമായ ഒരു നഗരം. പുരാതനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1000 വർഷം മുമ്പ് മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നു, അന്നത്തെ മാർക്കറ്റുകൾ എങ്ങനെയായിരുന്നു, അന്നത്തെ കച്ചവടം എങ്ങനെയായിരുന്നു, അന്ന് മനുഷ്യരെങ്ങനെയാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത്, അന്ന് എങ്ങനെയായിരുന്നു എണ്ണയാട്ടിയിരുന്നത്, ഇതൊക്കെ കാണണമെങ്കിൽ ഈ സനയുടെ ഓൾഡ് ടൗണിലേക്ക് ചെന്നാൽ മതി.
നമ്മൾ നടന്ന് 1000 വർഷം പിന്നിലേക്ക് ചെല്ലും. അവിടെ ചക്ക് എണ്ണയാട്ടുന്ന തത്സമയം എണ്ണയാട്ടി കൊടുക്കുന്ന ചക്കുകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ചെറിയ ഇടുങ്ങിയ മുറിയാണ്. ഈ സ്റ്റേജിൻ്റെ ഒരു പാതിയില്ല, 4:1 വലിപ്പം വരുന്ന ഒരു മുറി. അതിൻ്റെ നടുക്കൊരു ചക്ക് വെച്ചിട്ടുണ്ട്. ഈ ചക്കിൻ്റെ ഒരു കമ്പ് ഒരു ഒട്ടകത്തിൻ്റെ പെടലിയെ കെട്ടിയിരിക്കുകയാണ്. ഈ ഒട്ടകത്തിന് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ആ മുറിക്കകത്ത്. ആ ഒട്ടകത്തിൻ്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഒട്ടകം എവിടേക്കോ ദീർഘയാത്ര ദൂരയാത്ര നടത്തുകയാണെന്നുള്ള സങ്കല്പത്തിൽ ഇവനിങ്ങനെ രാവിലെ മുതൽ നടക്കുകയാണ് ഇതിന് ചുറ്റും. ഞാൻ ചെല്ലുമ്പോൾ വൈകുന്നേരമായി. അപ്പോഴും ഇവൻ വിശ്രമമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ പ്രതീക്ഷ പുറപ്പെട്ടെടുത്ത് നേരെ ദൂരം ചെന്നിട്ടുണ്ടെന്നാണ്. ഇവൻ്റെ കണ്ണ് രണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ ഊറി വരുന്നത് വേറൊരു പാത്രത്തിൽ ശേഖരിക്കുന്നുണ്ട്. അവിടെ ഒരു കച്ചവടക്കാരന് ഇരിപ്പുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വന്ന എണ്ണ അളന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മാർക്കറ്റിൽ പലതരം സാധനങ്ങളുടെ വ്യത്യസ്ത തെരുവുകളാണ്. അതായത് ധാന്യം വിൽക്കുന്ന ആളുകളുടെ തെരുവുകൾ ഒരു ഭാഗത്ത്, അത് അടുപ്പിച്ചടുപ്പിച്ച് ചാക്കുകളിൽ ഇങ്ങനെ ധാന്യം കൂമ്പാരമാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം, ഇങ്ങനെ പലതും. അതിലേറ്റവും കൂടുതൽ വിൽക്കുന്നത് ഇവരുടെ ആ പ്രത്യേകതയുള്ള ആ കത്തിയാണ്. ആ കത്തി വിൽക്കുന്ന സ്ഥലങ്ങൾ, അതുണ്ടാക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ രാത്രിയാകുമ്പോഴേക്കും എനിക്ക് യമൻ്റെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് സനാ നഗരത്തിലെ പുരാതന പ്രദേശത്തെ മനുഷ്യജീവിതത്തിൻ്റെ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ കിട്ടി. പിന്നെ അങ്ങോട്ട് തുടർന്ന് ഉൾനാടുകളിലൂടെ പലവിധ കാഴ്ചകളിലൂടെ ഒക്കെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ ദിവസം ഞാൻ സനയിൽ താമസിക്കുമ്പോൾ രാത്രി അതിഭീകരമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഞാനൊരു 6ാം നിലയിലാണ് ഒരു ഹോട്ടലിൽ താമസിക്കുന്നത്. ആ ഹോട്ടലിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഗസ്റ്റായിട്ട്. കാരണം ഇത്ര കലുഷിതമായ ഒരു അവസ്ഥയിൽ വേറെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നും ആ സമയത്ത് അവിടേക്ക് ടൂറിസ്റ്റായിട്ട് പോകുമായിരുന്നില്ല. എൻ്റെ ഒരു ധാരണക്കുറവ് കൊണ്ടും ധൈര്യമായിട്ട് ഇങ്ങനെ പോരെ എന്ന് ഈ സയ്യിദിൻ്റെ കമ്പനി പറഞ്ഞതുകൊണ്ട് ഞാനവിടെ ചെന്നതാണ്. ആ ഹോട്ടലിൽ എത്രയോ നാൾ കൂടി ഞാനാണ് ആദ്യമായിട്ട് ആ ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ആ ഹോട്ടൽ മുറിയുടെ കട്ടിൽ പിടിച്ചിടാനൊക്കെ ഞാനും കൂടെ കൂടിയാണ് അത് നേരെയാക്കി ഇടുന്നത്. അങ്ങനെ 6ാം നിലയിൽ നോക്കുമ്പോൾ കുറച്ച് രാത്രി കഴിഞ്ഞാൽ പിന്നെ തെരുവുകളെല്ലാം വെളിച്ചം അണയും. പിന്നെ ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ സയ്യിദിനോട് ചോദിച്ചു, രാത്രിയിൽ ഇങ്ങനെ ശബ്ദമൊക്കെ കേട്ടിരുന്നു. അപ്പോൾ സയ്യിദ് പറഞ്ഞു എല്ലാവരും പടക്കം പൊട്ടിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അറിഞ്ഞു പടക്കം പൊട്ടിച്ചതല്ല, വലിയ പടക്കങ്ങൾ പലതും പൊട്ടിയതാണ്. ഒരു പ്രദേശമൊക്കെ നന്നായിട്ട് കത്തിപ്പോയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ശരിക്കും പ്രശ്നങ്ങളുടെ നടുവിൽ ഏറ്റവും തീവ്രമായി യമനിൽ പ്രതിഷേധങ്ങളും ആഭ്യന്തര യുദ്ധവും കലശലായിരിക്കുന്ന സമയത്ത് ഒരു 6-7 ദിവസം യമനിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ സമയത്തെ എൻ്റെ ഓർമ്മകളുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അതിലിപ്പോൾ കേരളത്തുമായി വലിയൊരു ബന്ധം യമനുമായി ഇപ്പോൾ അടുത്ത് നമുക്കുണ്ടായത് യമനി ഭക്ഷണമാണ്. നമ്മുടെ മന്തി, അത് യമനി ഫുഡാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബിരിയാണി കാണുന്നില്ല. ഇപ്പോൾ എവിടെ പോയാലും കുഴിമന്തിയാണ്. അപ്പോൾ യമനിന്ന് സൗദിയിലേക്ക് വന്ന് സൗദിയിൽ പോയാലും അവിടുത്തെ ഫുഡ് അത് യമനി ഫുഡാണ്. സൗദിക്ക് ഒരു ആധികാരികമായ ഫുഡില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഒന്നുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ ആളുകൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് അതും രുചിക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സന്തോഷ് സാർ പറഞ്ഞതുപോലെ അവിടുത്തെ ആ വേഷവിധാനം, അവിടെ അവരിന്ന് ഒരുപാട് സംസാരപ്രിയരാണ്. അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ വാപ്പ പറഞ്ഞ ഓർമ്മയാണ് ഈ ഒരു ലുങ്കി. അപ്പം കേരളത്തിൻ്റെ നമ്മൾ ഇവിടെ ഒരുപാട് പഴയ കാലത്തെ നമ്മുടെ മലബാറിലെ മാപ്പിളമാരൊക്കെ എടുത്തിരുന്ന ആ ഒരു മൂട്ടിയ മുണ്ടുണ്ട്. അത് ശരിക്കും അത് ഒരു യമനി പാരമ്പര്യമാണെന്ന് തോന്നുന്നു. അതൊരു പച്ച ബെൽറ്റ്, അതുപോലെ അതിൻ്റെ മേലെ കെട്ടുന്ന അത് ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ അവിടെ ഇരുന്ന് അത് മേലെ കെട്ടി അവിടെ ആ ഒരു ഇരുത്തം ഭദ്രമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു സാംസ്കാരികമായ ഒരു വലിയ ബന്ധവും ഒരു വിനിമയമൊക്കെ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതൽ ഇൻട്രാക്ഷൻസിലേക്ക് വേണമെങ്കിൽ പോവാം. നമുക്ക് സന്തോഷ് കുളങ്ങരെ വളരെ റെയറായി നമുക്ക് കിട്ടുന്ന അതിഥിയാണ്. അദ്ദേഹത്തെ നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തണം. അപ്പോൾ മറ്റു കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ യമനിൻ്റെ പാരമ്പര്യം, ഹദർമൗത്ത് കാര്യങ്ങളൊക്കെ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ തങ്ങൾ അവിടെ സന്ദർശിച്ചു എന്ന് പറയും എന്ന് വിചാരിച്ചു. പക്ഷേ തങ്ങളിതുവരെ സന്ദർശിച്ചിട്ടുണ്ടോ, അതിൻ്റെ അനുഭവങ്ങളാണ് അറിയേണ്ടത്. പിന്നെ സന്തോഷ് സാർ പറഞ്ഞ കാര്യങ്ങൾ
കുറച്ച് കാര്യങ്ങളായിട്ടുള്ളൂ, ബാക്കി കൂടെ പറയണം എന്നുകൂടെ അറിയിക്കണം. ആ ഒരു വിസിറ്റിങ് ഒരു ദിവസമേ പറഞ്ഞുള്ളൂ, പിന്നെ ബാക്കി അനുഭവങ്ങൾ കൂടെ അതിൻ്റെ കൂടെ തങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം. ഞാനൊരുപാട് പോകാൻ ആഗ്രഹിച്ചൊരു പ്രദേശമാണ്. കാരണം വാപ്പ എപ്പോഴും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ ആ സമയത്തൊക്കെ പോകണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ പോകുമ്പോഴും സന്തോഷ് സാറ് പറഞ്ഞതുപോലെ അവിടെ പോകാൻ ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ, എപ്പോഴും ഒരു ഭീകരാവസ്ഥയുണ്ട്, യുദ്ധങ്ങളുണ്ടായിരുന്നത്, മുല്ലപ്പൂ വിപ്ലവം. അവിടെ ആ ഒരു മുല്ലപ്പൂ വിപ്ലവം അന്ന് അറേബ്യൻ പ്രദേശങ്ങളിലൊക്കെ നടന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായും അവിടുത്തെ ഭരണാധികാരികളൊക്കെ തകിടം മറിഞ്ഞൊരു ഒരു സംഭവം കൂടി ഈ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സന്ദർശനം എന്നുള്ളൊരു ടൂറിസ്റ്റ് സന്ദർശനം ഇപ്പോഴും ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ പോകാതെ തന്നെ നമുക്ക് യമനിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം യമനിൽ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടുന്ന് പല വിദ്യാർത്ഥികളൊക്കെ അവിടെ പോയി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പലരും അവിടുന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ തനതായ രീതിയിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ അറബി കോളേജുകളൊക്കെ ഒരുപാട് അറബി കോളേജ് കേരളത്തിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മാതൃകയിൽ തന്നെ നേരത്തെ തന്നെ ഈ ദാറുൽ മുസ്തഫയൊക്കെ ലോകത്തിന് പ്രസിദ്ധമായ ഒരുപാട് പണ്ഡിതന്മാരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. ഹബീബ് അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ലോക പ്രശസ്തമായ പണ്ഡിതനാണ്. അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ ഇപ്പോഴും യമന് ബന്ധമുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് അവർ പ്രഭാഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോഴും യമനിൻ്റെ ഒരു വലിയ തനിമ നിലനിർത്തുന്നുണ്ടെന്നാണ്. അതുപോലെ കേരളത്തിൽ ഇവിടെയുള്ള നമ്മുടെ മൗലിദ് സദസ്സുകളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ യമനിൽ പോകുമ്പോൾ അന്ന് അവിടെ പോയവരൊക്കെ പറഞ്ഞത് ഇപ്പോഴും കേരളത്തിലെ അതേ രീതിയിൽ തന്നെ മൗലിദ് സദസ്സുകളൊക്കെ കാണാൻ സാധിക്കുന്ന ആ രീതിയിലുള്ള മംഗൂസ് മൗലിദ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നേരത്തെ അവിടെ ശീലിച്ചു പോകുന്ന, അല്ലെങ്കിൽ അവിടെ ആളുകൾ സ്വീകരിച്ചു പോകുന്ന ഒരു കാര്യമാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, സഞ്ചാരത്തിൽ 6-7 ദിവസമായി ഞാൻ ഷൂട്ട് ചെയ്ത കാഴ്ചകളെല്ലാം ഇപ്പോൾ ഓരോ ദിവസം വെച്ച് എനിക്ക് പറയാൻ ഇപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല പലതും. കാരണം പല സ്ഥലങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഉൾനാടുകളിലെ പല സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. പിന്നെ വളരെ എളുപ്പമുള്ളൊരു പണി ഞാൻ പറയാം. നേരം കിട്ടുമ്പോൾ വൈകിട്ട് വീട്ടിൽ പോയിട്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യമൻ്റെ എല്ലാ എപ്പിസോഡുകളും കൃത്യമായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ തങ്ങൾ കുറച്ച് സാഹസികനാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ളപ്പോഴാണ് യമൻ സന്ദർശിക്കേണ്ടത്. സത്യത്തിൽ ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചിന്തിച്ചൊരു കാര്യം, അവിടെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ സമയമായപ്പോഴേക്ക്, അതായത് ഈ കോവിഡിനൊക്കെയുള്ള ശേഷമുള്ള കാലത്ത് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ പോകാൻ ഇടയുള്ള ഒരു സ്ഥലം യമനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ഭുതകരമാണ് അവിടുത്തെ കാഴ്ചകൾ. അതായത് പുതിയ കാലത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതല്ല, അവരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ പാരമ്പര്യം, അവരുടെ ഇന്ന് അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികൾ, ഇതെല്ലാം അത്ഭുതകരങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കോവിഡിന് ശേഷം സൗദി അറേബ്യ ടൂറിസത്തിന് വേണ്ടി അല്ലെങ്കിൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടെടുക്കുകയും പുറത്തുനിന്ന് വിദേശത്തുനിന്ന് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിൽ നിന്ന് ട്രാവൽ, അവിടുത്തെ ടൂറിസത്തിൻ്റെ കാര്യങ്ങൾ, ടൂറിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യമായി ക്ഷണിക്കപ്പെട്ട ഒരാൾ ഞാനാണ്. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ പോവുകയും വിശദമായി അതിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് അധികം പോയില്ല, പക്ഷേ തെക്കൻ ഭാഗവും മധ്യഭാഗവും ഒക്കെ സന്ദർശിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, സൗദി അറേബ്യയേക്കാൾ ചരിത്രവും ചരിത്ര നിർമ്മിതികളും ഉള്ളൊരു പ്രദേശമാണ് യമൻ. നിർഭാഗ്യവശാൽ ഇപ്പോൾ അവിടെ സംഘർഷഭരിതമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നും, പരിഹരിക്കപ്പെട്ടാൽ എനിക്ക് തോന്നുന്നു ചരിത്രാന്വേഷികളായ മനുഷ്യർ ഏറ്റവും അധികം സന്ദർശിക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശം യമനാണ്. യമന് ഇക്കാലത്തൊന്നുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സഞ്ചാരികളുടെ ഒരു പ്രദേശമായിരുന്നു. പ്രത്യേകിച്ച് ഏതൻ തുറമുഖം. ഏതനായിരുന്നു ഒരു കാലത്ത് നമ്മൾ കേരളത്തിലേക്ക് കച്ചവടത്തിന് വേണ്ടി അറബികൾ വന്നു, അറബ് നാടുകളിൽ നിന്ന് ആളുകൾ വന്നു എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു പ്രധാന തുറമുഖം ഏതനായിരുന്നു. ഏതനിൽ നിന്നാണ് മറ്റു പല പാശ്ചാത്യ നാടുകളിലേക്കും നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്ന ചരക്കുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, പട്ട്, മറ്റ് അമൂല്യ വസ്തുക്കളൊക്കെ ട്രേഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ
അവിടെ നിന്ന് ചെങ്കടലിലൂടെ യാത്ര ചെയ്ത് മധ്യേഷ്യയിലേക്ക് പല സ്ഥലങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചിരുന്ന കപ്പലുകളുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ വലിയ ചരിത്രത്തിൻ്റെ ഒരു സ്ഥലമാണ്. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഈ സനയ്ക്ക് അടുത്തുള്ള കുറച്ച് പട്ടണങ്ങളിലേക്കും ചെറിയ ഗ്രാമങ്ങളിലേക്കുമൊക്കെയാണ് പോയത്. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഒറ്റക്കല്ലിൻ്റെ മുകളിൽ ഒറ്റക്കല്ലാണ്. ആ ഒരൊറ്റക്കല്ലിന് എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു മൈതാനത്തേക്കാൾ വലിപ്പമുള്ള വലിയൊരു കല്ല്. ഈ കല്ലിൻ്റെ മുകളിൽ പണിത് വെച്ചിരിക്കുന്ന 8ഓ 10ഓ നിലയുള്ള ഒരൊറ്റ കെട്ടിടം. ആ കെട്ടിടം അവിടുത്തെ ഒരു കൊട്ടാരമായിരുന്നു ഒരു കാലത്ത്. ഇതിൻ്റെ മുകൾ നില വരെ നമുക്ക് കയറിപ്പോകാൻ പറ്റുമായിരുന്നു. ഈ കൊട്ടാരത്തിനകത്ത് മാംസം സൂക്ഷിക്കാൻ വേണ്ടി കറണ്ടില്ലാത്ത കാലത്ത്, ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാത്ത കാലത്ത് ശീതീകരണി ഉണ്ടായിരുന്നു. അതായത് ഒരു ദിശയിൽ നിന്ന് അടിച്ചു വരുന്ന കാറ്റിനെ പ്രത്യേക ചാലുകളിലൂടെ പൊത്തുകളിലൂടെ കൊണ്ടുവന്ന് തണുത്ത കാറ്റ് ഏത് സമയത്തും ഒരു പ്രത്യേക അറ പോലെ ഉണ്ടാക്കി കല്ലുകൊണ്ടുള്ള ഒരു അറയ്ക്കകത്ത് മാംസം തൂക്കിയിടുകയും ഈ മാംസത്തിലേക്ക് ഏത് സമയത്തും തണുത്ത കാറ്റടിക്കത്തക്ക രീതിയിൽ ഒരു ടെക്നോളജി രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആ കോട്ടയ്ക്കകത്തേക്ക്, അതൊരു കൊട്ടാരമാണ്, ആ കൊട്ടാരത്തിനകത്തേക്ക് അനധികൃതമായി കയറി വരുന്ന ആളുകളെ ട്രാപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അതിനകത്തൂടെയൊക്കെ ഞാൻ ക്യാമറയുമായിട്ട് നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഞാനിപ്പോൾ പെട്ടെന്ന് ഈ കൊട്ടാരത്തിൻ്റെയും നിരവധി പേരുകൾ ഓർത്തിരിക്കുക അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ വൈകിട്ടൊന്ന് പോയിട്ട്, നാളെ ഞായറാഴ്ചയും കൂടിയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറ്റും. 8-10 എപ്പിസോഡ്, 10-20 എപ്പിസോഡുകളുണ്ട് യമൻ്റെ തന്നെ. അപ്പോൾ യമനെ ഇത്ര വിശദമായിട്ട് വേറെ ആരും കാണിച്ചിട്ടില്ല മലയാളത്തിൽ. 6 ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം ശരാശരി 4 എപ്പിസോഡ് വീതം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത്. അപ്പോൾ ഏതാണ്ട് 20-22 എപ്പിസോഡുകൾ യമനിലൂടെ സമഗ്രമായ യാത്രയുടെയുണ്ട്. പിന്നെ അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞാൽ വളരെ സൗഹൃദമുള്ള മനുഷ്യരാണ്. പക്ഷേ ഞാൻ ആ ചെല്ലുന്ന സമയത്ത് എല്ലാ മനുഷ്യരും അല്പ സംഘർഷത്തിലാണ്. അല്പമല്ല, നമുക്കറിയാമല്ലോ ആ നാട്ടിലെ അന്നത്തെ അവസ്ഥ എന്താണെന്ന്. അവിടെ നടക്കുന്ന എല്ലാ മനുഷ്യരുടെയും തോളിൽ, ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ പ്രത്യേകിച്ച്, പട്ടണത്തിൽ അധികം കാണില്ലെങ്കിലും ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പുരുഷന്മാരും തോളിലൊരു തോക്കുമായിട്ടാണ് നടക്കുന്നത്. AK-47 നടക്കുക. ഒരിടത്ത് ഞാൻ ഒരു മലമുകളിൽ നിന്ന് താഴ്വാരത്തെ കൃഷിയിടങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിലൊരാളനക്കം. ഞാനങ്ങ് ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കാറിനകത്താണ് സെയ്ദ് ഇരിക്കുന്നത്, സെയ്ദും ഡ്രൈവറും കാറിനകത്തുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഒരു മലവക്കിൽ പോയി നിന്ന് താഴ്വാരത്ത് ഒരു ഗ്രാമമുണ്ട്, മനോഹരമായ ഗ്രാമം. ഈ ഗ്രാമം ഇതുപോലെ തന്നെയാണ്, 10-12 നിലയുള്ള കൽക്കെട്ടിടങ്ങൾ കൊണ്ടുള്ള, അത് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രാമം. അത് മനോഹരമാണ് കാഴ്ച. അത് ഷൂട്ട് ചെയ്തിട്ട് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ 2 പേര് ഈ തോക്കും തൂക്കിയിട്ട് നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് സത്യത്തിൽ ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്കും സയ്യിദ് ഇറങ്ങി വന്ന്, ഞാൻ പേടിച്ചു എന്ന് കണ്ട് സയ്യിദ് ഇറങ്ങി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുറേ നേരം സംസാരിച്ച് അവർ തിരിച്ചു പോയി. പ്രശ്നം, ഇവർ ഈ ആയുധങ്ങളുമായിട്ട് നടക്കുന്നതിൻ്റെ കാര്യം, അവിടെ തന്നെ ഓരോ ഗ്രാമത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതായത് പല ചേരികളിലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള ഫൈറ്റുകൾ വരെ ഇപ്പം നടക്കുന്നുണ്ട്. ഉൾനാടുകളിൽ പോലും യുദ്ധം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഴികളിൽ, ഹൈവേകളിൽ പോലീസ് ആക്റ്റീവേ അല്ല, പട്ടാളമില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇവരുടെ ഗ്രാമങ്ങൾ തമ്മിൽ സംഘടിച്ച്, ഗ്രാമങ്ങളിലുള്ളവർ സംഘടിച്ച് തോക്കുമായി അവർ പരസ്പരം ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിയിലാണ്. നമ്മൾ ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സയ്യിദിൻ്റെ മിടുക്ക് കൊണ്ടാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഞാൻ കടന്നുപോയത്. സയ്യിദ് കാര്യം പറഞ്ഞു കൊടുക്കും, ഇന്ത്യയിൽ നിന്ന് വന്നയാളാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ വലിയ സ്നേഹവും ബഹുമാനവുമാണ് അവർക്ക്. ഇന്ത്യക്കാരെന്ന് കേൾക്കുമ്പോൾ വലിയ സ്നേഹത്തോടെ അവർ ആശംസയൊക്കെ തരുന്നു. ഇന്ത്യക്കാരുടെ പണ്ട് കാലത്തൊക്കെ അവർ ഇന്ത്യൻ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവണം. ഇന്ത്യൻ നമ്മുടെ നടീനടന്മാരെയൊക്കെ ചിലരൊക്കെ പേരുകളൊക്കെ അറിയാം. അടുത്ത കാലത്തുള്ള സിനിമകളൊന്നും അവർ കാണാറുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ അന്ന് ഒരു 50കളിലും 40കളിലും 60കളിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമകളുടെ ഒക്കെ വലിയ ആരാധകരായിരുന്നു അവർ. അക്കാലത്തെ ആളുകളെക്കുറിച്ചൊക്കെ അവർ ചോദിക്കും നമ്മുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ യമനിലൂടെയുള്ള യാത്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ നമുക്കൊരവസരം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? നമ്മളിന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്ത പല ഗ്രാമങ്ങളുമാണ്. അവിടെ ഇപ്പോഴും കൃഷി ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഉൾനാടുകളിൽ ഈ ആധുനികമായ യന്ത്ര സൗകര്യങ്ങളിലൊന്നുമല്ല. കഴുതയെ പൂട്ടി കാള പൂട്ടുന്ന അല്ലെങ്കിൽ നിലവുഴുന്ന ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാമങ്ങളിലൊക്കെ. പക്ഷേ സന പോലുള്ള ചില പട്ടണങ്ങളിൽ, സനയിലൊക്കെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ ഏതാണ്ട് പ്രവർത്തന രഹിതമായി പോയിരിക്കുന്നു. പലയിടത്തും ഫ്യൂവലിന് വലിയ ക്ഷാമമുണ്ട്. വാഹനങ്ങൾ, പെട്രോൾ പമ്പുകളുടെ മുമ്പിൽ നീണ്ട ക്യൂകൾ, 3-4 കിലോമീറ്റർ നീണ്ട ക്യൂകളൊക്കെയാണ് അന്ന് ഞാൻ കണ്ടിരുന്നത്. അത് ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിച്ചത്, ഈ സയ്യിദ്
പല ആളുകളുടെ കാറ് കൊണ്ടാണ് വരുന്നത്. ഒരു ദിവസം ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ കാറിലെ പെട്രോൾ തീരും. അപ്പോൾ പെട്രോളുള്ള മറ്റൊരു കാറുമായിട്ടാണ് അടുത്ത ദിവസം വരിക. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ അതിലൂടെ സഞ്ചരിച്ചിരുന്നത്. സാർ എപ്പോഴും പറയുന്നതാണ് സഞ്ചാരികൾക്ക് മാത്രം പെഡസ്ട്രിയൻ സ്ട്രീറ്റ്സ് എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളത്. കോഴിക്കോടും അത്തരത്തിലുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്, മിഠായിത്തെരുവ്. അവിടെ വാഹനങ്ങളൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം പാർക്കിംഗ് പ്ലാസ ഇല്ല. അവിടെ വരുന്നവർ അവരെ വണ്ടി എവിടെ വെക്കും? ആദ്യം പാർക്കിംഗ് പ്ലാസ ഉണ്ടാക്കിയിട്ടല്ലേ അതിൻ്റെ ശേഷമല്ലേ ഇങ്ങനത്തെ പെഡസ്ട്രിയൻ ക്രോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ചോദിക്കും. ശരിയാണ്, അതൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ തുടങ്ങണ്ട എവിടെയെങ്കിലും. ആ തുടക്കത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് കോഴിക്കോട് തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞത് വേറെ ഏതെങ്കിലും നഗരത്തിൽ അത് നടപ്പാകുമെന്ന് എനിക്ക് സംശയമാണ്. പിന്നെ രണ്ട്, ഇത്തരം സൗകര്യങ്ങൾ വരുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനൂടെ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിന് പരിമിതികളുണ്ട് കോഴിക്കോടിന്. കൊച്ചി പോലെ നമുക്ക് മെട്രോ പോലുള്ള ഫെസിലിറ്റികൾ വരുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും കാറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടാത്തൊരു സ്ഥിതി ഉണ്ടാവണം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ട അടിസ്ഥാന സൗകര്യം. എല്ലാ ആളുകൾക്കും കാറുമായിട്ട് ഇറങ്ങാൻ, പ്രത്യേകിച്ച് ഇനി ഓരോ വർഷം കഴിയും തോറും ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോ ആളും കാറുള്ള അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഉടമയായിട്ട് പുറത്തിറങ്ങുമ്പോൾ കോഴിക്കോട് എത്ര കാറുകൾ പുറത്തിറങ്ങുമെന്നും അതിന് പറ്റുന്ന രീതിയിൽ റോഡുകളുടെ വീതി കൂട്ടുക നമുക്ക് അസാധ്യമാണ്. ഓരോ വർഷവും റോഡിൻ്റെ വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഗതാഗത സംവിധാനങ്ങൾ കാറുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറം പൊതുഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അത് വേണ്ടത്ര വളരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ ട്രെയിൻ ഗതാഗതത്തെ നമ്മൾ കുറച്ചു കാലം വിസ്മരിച്ച് കിടക്കുകയായിരുന്നു പലവിധ കാരണങ്ങൾ കൊണ്ട്. പക്ഷേ നല്ല സ്പീഡുള്ള ട്രെയിൻ വരികയും നമുക്ക് സൗകര്യത്തിന് ഇറങ്ങാനും വിശ്രമിക്കാനും കഴിയുന്ന നല്ല റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പം ആളുകൾ കൂടുതൽ ട്രെയിനെ ഉപയോഗിച്ച് തുടങ്ങും. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഹൈസ്പീഡ് ട്രെയിനുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പലരും ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തേക്കൊക്കെ വരുമ്പോൾ ചോദിക്കും എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പം ആ ഹൈസ്പീഡ് ട്രെയിനിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ സൗകര്യപ്രദമായി. അപ്പോൾ നമുക്ക് കേരളത്തിലും നല്ല വേഗത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ, നഗരത്തിനകത്തൂടെയുള്ള ഏറ്റവും കൺവീനിയൻ്റായ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വികസിത നാടുകളിലെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ദുബായിൽ നിങ്ങൾക്കറിയാം, ദുബായിൽ ഓരോ ആളും കാറും എടുത്ത് പുറത്തിറങ്ങുന്ന ആദ്യകാല സാഹചര്യങ്ങളിൽ നിന്ന് മാറി പബ്ലിക് ട്രാൻസ്പോർട്ടിന് പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ റെയിൽവേ സംവിധാനങ്ങൾ അതിവേഗം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈസ്പീഡ് ട്രെയിനുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ലോകത്തിൻ്റെ ഭാവി എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ പട്ടണങ്ങളിൽ, യൂറോപ്യൻ പട്ടണങ്ങളിൽ, അമേരിക്കൻ പട്ടണങ്ങളിലൊക്കെ കൂടുതലും, പ്രത്യേകിച്ച് യൂറോപ്പിൽ എല്ലാ പട്ടണങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഏറ്റവും ശക്തമാകുമ്പോൾ നഗരഹൃദയത്തിലേക്ക് നമുക്ക് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ട്രാം സ്റ്റേഷനിൽ നിന്ന് ഒക്കെ ഇറങ്ങി 100-200 മീറ്റർ ഇടവിട്ട് ഇത്തരം സ്റ്റേഷനുകളിലൂടെ ഉണ്ടാവും. നമുക്ക് നടന്ന് ഷോപ്പിങ്ങിന് വരാം, പുകയേൽക്കാതെ, ക്ഷീണമില്ലാതെ, നല്ല ഓക്സിജൻ ശ്വസിച്ച്, കൂട്ടുകാരോടൊത്ത്, സുഹൃത്തുക്കളോടൊത്ത്, കുടുംബാംഗങ്ങളോടൊപ്പം നടന്ന് ഷോപ്പിംഗ് നടത്താം, ഭക്ഷണം കഴിക്കാം. ഒരു സാംസ്കാരിക അനുഭവമായിട്ട് ഒരു നഗരജീവിതം മാറുന്നത് അങ്ങനെയാണ്. കൂടുതൽ കാറുകൾ വരികയും കൂടുതൽ സ്വന്തം വാഹനങ്ങൾ വരികയും ചെയ്യുമ്പോൾ കൂടുതൽ നരകമായി നഗരങ്ങൾ മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നഗരങ്ങൾ മാറുമ്പോൾ തീർച്ചയായും കൂടുതൽ ആസ്വാദ്യമാകും. ഇപ്പോൾ ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന നാളുകളിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉണ്ടാവും. എനിക്കൊരു ചോദ്യം. താങ്കൾ ഈ സഞ്ചാര പാതയിൽ ഒരുപാട് കാലമായി, എത്ര രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ 143 രാജ്യം പിന്നിട്ടു. ഓക്കെ. ഈ രാജ്യങ്ങളിൽ താങ്കൾക്ക് ഇനിയും കൂടുതൽ പോകണം എന്ന് തോന്നിയ രാജ്യം? പല രാജ്യങ്ങളും നമ്മൾ വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഒരിക്കൽ പോയൊരു നഗരത്തിൽ അത് എത്ര ആകർഷകമാണെങ്കിലും വീണ്ടും പോകണമെന്ന് ഞാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. കാരണം നമുക്ക് ഇനിയുമുണ്ട് രാജ്യങ്ങൾ സന്ദർശിക്കാൻ, ഇനിയുമുണ്ട് കാഴ്ചകൾ കാണാൻ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചൈനയിൽ പോയാൽ, ചൈനയിൽ വളരെ കുറച്ച് പട്ടണങ്ങളിലേ ഞാൻ ഇതിനോടകം പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. ചൈന ഇന്ത്യയുടെ ഇരട്ടിയിലധികം വിസ്തൃതിയുള്ള വലിയൊരു ഭൂപ്രദേശമാണ്. അവിടുത്തെ ഓരോ ഉൾനാടുകളിലും ഓരോ പ്രവിശ്യകളും വ്യത്യസ്തമായ സംസ്കാരമുള്ളതാണ്. ഏതാണ്ട് 60-ലേറെ നാഷണാലിറ്റീസ് തന്നെയാണ് അവരെ പറയുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങൾ ജനങ്ങൾ അവിടെ വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷെൻഷൻ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ചൈനയിലെ മിക്കവാറും എല്ലാ നാഷണാലിറ്റീസിനെയും, അവരുടെ
എന്താണ് വ്യത്യസ്ത ഗോത്രങ്ങൾ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, അവരുടെ എല്ലാവരുടെയും ജീവിതം, കമ്മ്യൂണിറ്റികളുടെ ജീവിതം, വീടുകൾ, അവരുടെ തൊഴിലിടങ്ങൾ, ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന വലിയൊരു ക്യാമ്പസ് ഉണ്ട്, ഒരു വലിയൊരു ഉദ്യാനമാണ് ശരിക്കും. അവിടെ ഓരോ ഗ്രാമങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ 65 ഗ്രാമങ്ങളുണ്ട്. ഈ 65 ഓരോ ഗ്രാമത്തിലും ആ ഗ്രാമത്തിൽ അവിടെ യഥാർത്ഥ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് തൊഴിലെടുക്കുന്നത്, അവരുടെ ഉപജീവനം എങ്ങനെയാണ്, അവരുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, അവരുടെ കല്യാണം എങ്ങനെയാണ്, അവരുടെ ഭക്ഷണം എങ്ങനെയാണ്, ഇതെല്ലാം അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുക. നമുക്കവിടെ പോയി ഭക്ഷണം കഴിക്കാം. ഒരു ദിവസം കൊണ്ട് കണ്ടു തീരില്ല, പക്ഷേ ഒരു ഓട്ടപ്രദർശനം നടത്തിയാൽ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കണ്ടു തീർത്തു വരാം. അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ചൈനയിൽ ഇനി എന്തുമാത്രം നമുക്ക് കണ്ടു തീരാനുണ്ടെന്നുള്ളത്. അപ്പം നമ്മളൊരു പേര് കേട്ടിട്ട്, ഒരു രാജ്യത്തിൻ്റെ പേര് കേട്ടിട്ട് അവിടുത്തെ ഒരു 5-6 പട്ടണങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ നാടിനെ നമ്മൾ ഒന്ന് രുചിച്ച് നോക്കുക ചെയ്യുന്നത്. നമ്മളൊരു വലിയ പാത്രത്തിൽ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ സ്പൂണിൽ കോരിയെടുത്ത് രുചി നോക്കുന്നത് പോലെ മാത്രമാണ് സത്യത്തിൽ എൻ്റെ സഞ്ചാരം. ഒരു നാടിനെ നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്ന പരിപാടി മാത്രമാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് കരുതി ഇവിടേക്ക് വരുന്ന പല ടൂറിസ്റ്റുകളും കൂടുതൽ വരുന്നത് ഡൽഹിയിലേക്കോ ആഗ്രയിലേക്കോ ജയ്പൂരിലേക്കോ ഒക്കെ ഒന്ന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ ഇന്ത്യയെ എന്ത് കണ്ടു? അവർ തമിഴ്നാട് കണ്ടിട്ടില്ല, കേരളം കണ്ടിട്ടില്ല, കേരളത്തിൻ്റെ വ്യത്യസ്തമായ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല, കർണാടക കണ്ടിട്ടില്ല, നോർത്ത് ഈസ്റ്റ് കണ്ടിട്ടില്ല, കാശ്മീർ കണ്ടിട്ടില്ല, ഉത്തരാഖണ്ഡ് കണ്ടിട്ടില്ല, വാരണാസി കണ്ടിട്ടില്ല. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യ കണ്ടു എന്നൊരാൾക്ക് അവകാശപ്പെടാൻ പറ്റുക? എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ നടത്തിയ സഞ്ചാരങ്ങളും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ പോയ വളരെ ചെറുതല്ലാത്ത പല രാജ്യങ്ങളിലും ഉണ്ട്. കാരണം ഇവിടെ വന്ന് വീണ്ടും ഞാൻ 3 തലത്തിലാണ് ഇത് പഠിക്കുന്നത്. ഒരു യാത്രയ്ക്ക് മുമ്പ് പഠനം, വളരെ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നതും, എത്ര സമയം ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും, എവിടെ നിന്ന് എങ്ങനെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് യാത്രയ്ക്ക് മുമ്പുള്ള പഠനത്തിലാണ്. അവിടെ ചെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി സഞ്ചരിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഗൈഡുകളും അവിടെ നാട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു അവിടെ നിന്ന് ഡേറ്റകൾ കളക്ട് ചെയ്ത് നടത്തുന്ന ഒരു പഠനം. 3ാമത് ഇതിനെ എഡിറ്റ് ചെയ്ത് ഒരു ടെലിവിഷൻ പരിപാടിയാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി, ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നതിന് വേണ്ടി ഇത് ഒരു ഗവേഷണം നടക്കുന്നുണ്ട്. ഈ ഗവേഷണം നടക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത്. നമ്മൾ പോയത് കണ്ടതിനേക്കാൾ അത്ഭുതങ്ങൾ അതിനപ്പുറത്തെ മറ്റൊരു ഗ്രാമത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ നഗരത്തിലുണ്ടായിരുന്നു, അപ്പുറത്തെ സ്റ്റേറ്റിലുണ്ടായിരുന്നു, അപ്പുറത്തെ പ്രൊവിൻസിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മിസ് ചെയ്തു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞ് പഠിക്കുമ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പോയ മിക്കവാറും നാടുകളിലെ തീരച്ചെറുത് എന്ന് പറഞ്ഞപ്പോൾ, ഉദാഹരണത്തിന് മാൽദീവ്സിലെ 1-2 തവണ ഞാൻ 3-4 തവണ പോയിട്ടുണ്ട്. പക്ഷേ അതൊരു 1-2 തവണ പോകേണ്ട കാര്യമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അവിടെ. എന്നാൽ ഒരു സുഖവാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹണിമൂണിന് വേണ്ടിയൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ ഗംഭീരമായിട്ട് ആസ്വദിക്കാവുന്ന ഒരു നാടാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഞാൻ ഉടനെ തന്നെ ഒന്നുകൂടെ പോകുന്നുണ്ട്. കാരണം നോർത്തേൺ അലൂല ഒക്കെ പോലുള്ള പ്രദേശങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിയോം സിറ്റി പോലെ പുതുതായിട്ട് വടക്കൻ മേരിയയിൽ ജോർദാൻ്റെയും ഒക്കെ അതിർത്തിയിൽ നിർമ്മിക്കുന്ന ആ നഗരത്തിലേക്ക്, ആ പ്രദേശത്തേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം 2-3 തവണ പോയെങ്കിലേ പല രാജ്യങ്ങളെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഹലോ, എൻ്റെ പേര് VK അബ്ദുൽ ഗഫൂർ. എൻ്റെ ചോദ്യം, താങ്കൾ ലോകത്തിൻ്റെ വലിയൊരു പ്രദേശം ചുറ്റി സഞ്ചരിച്ചല്ലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ചരിത്രം, മെസൊപ്പൊട്ടാമിയ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം, ദ്രാവിഡ സംസ്കാരം, ഇതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ തനതായിട്ട്? യൂറോപ്പാണോ ഏഷ്യയാണോ ഏറ്റവും കൂടുതൽ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് എന്ന ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, നമ്മുടെ നാട്ടിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി വരെ വിദ്യാഭ്യാസം നേടുന്ന ആൾക്ക് ഒരു കൈത്തൊഴിൽ വരുമാനം നേടുന്ന വിദ്യാഭ്യാസ പദ്ധതിയൊന്നും ഇല്ല. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ജപ്പാനിലോ ചൈനയിലോ അത്തരം പദ്ധതികളുണ്ടോ? ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, നമ്മുടെ നാട്ടിൽ 1600 രൂപയാണ് പെൻഷൻ കൊടുക്കല്. പിന്നെ മറ്റു രാജ്യങ്ങളിൽ, അഥവാ യൂറോപ്പിലോ ചൈനയിലോ, അവിടെയൊക്കെ ജീവിക്കാൻ ആവശ്യമായ 10,000 20,000 ഒക്കെ അവിടുത്തെ ആളുകൾക്ക്, 60 വയസ്സായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഞാൻ അത്യാവശ്യം നല്ല മറവിയുള്ള ഒരാളാണ്. ആദ്യത്തെ ചോദ്യത്തായിരുന്നു. ഇനി ചോദ്യം ചോദിക്കുന്നവർ ഓരോ ചോദ്യം ചോദിക്കാൻ ശ്രദ്ധിക്കണേ. ആദ്യത്തെ ചോദ്യം, ലോകം സഞ്ചരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യം ഏതാണ്? ഓക്കെ, ചോദിച്ചാൽ ഓർമ്മയുണ്ട്. ഓക്കെ, ചരിത്രാവശിഷ്ടങ്ങൾ നമ്മൾ മനുഷ്യവാസമുണ്ടായിരുന്ന എല്ലാ നാട്ടിലുമുണ്ട്. പിന്നെ അതിനെ സംരക്ഷിക്കുന്ന രീതിയാണ് പ്രശ്നം. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ സിറിയയിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ 2006 എനിക്ക് തോന്നുന്നു, 6-7 ഞാൻ സിറിയയിലൂടെ സഞ്ചരിക്കുന്നത്. സിറിയയിലൂടെ ഞാൻ അന്ന് സഞ്ചരിച്ചപ്പോൾ
പാൽമിറയൊക്കെ പോലുള്ള ചരിത്ര സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നു. ഞാൻ ദിവസങ്ങളോളം അവിടുത്തെ ചരിത്രാവശേഷിപ്പുകൾ മുഴുവൻ ഞാൻ ചിത്രീകരിച്ചെടുത്തിരുന്നു. നിർഭാഗ്യവശാൽ ഇനി നിങ്ങൾ ആരെങ്കിലും പോയാൽ അതൊന്നും അവിടെ കാണില്ല. അപ്പോൾ സഞ്ചാരത്തിൻ്റെ ദൃശ്യശേഖരത്തിൽ ലോകത്തിലെ പല അപൂർവ ദൃശ്യങ്ങളുമുണ്ട്. ചരിത്രം സംരക്ഷിച്ച് നിർത്തിയിരുന്നതാണ് സിറിയയിൽ. പക്ഷേ നമുക്കറിയാം, അടുത്ത കാലത്ത് പല പ്രശ്നങ്ങളെ തുടർന്ന് 2011 ശേഷം പാൽമിറയിലെ ചരിത്രാവശിഷ്ടങ്ങൾ മുഴുവൻ ബോംബ് വെച്ച് തകർത്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ചരിത്രം സംരക്ഷിക്കുന്നുണ്ട് ഒരു വശം, വേറൊരു വശം അതിനെ മുഴുവൻ തകർത്ത് കളയുന്നുമുണ്ട്. ഇതൊരു വലിയൊരു പ്രതിഭാസമാണ്, വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇതിനെ ഓർഗനൈസ്ഡായിട്ട് സംരക്ഷിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആദ്യകാലം മുതൽ യൂറോപ്പാണ്. യൂറോപ്പിന് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. പ്രത്യേകിച്ച് അവിടെ ഇടയ്ക്കിടയ്ക്കെല്ലാം യുദ്ധം വലിയ തോതിൽ അവരുടെ ഇത്തരം പ്രദേശങ്ങളെ ആക്രമിക്കുമ്പോൾ അത് പുനഃസൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ അതിനെ വളരെ പ്രാധാന്യത്തോടെ സംരക്ഷിച്ചു നിർത്തും. പലയിടത്തും അവരുടെ ഇപ്പോൾ ഓരോ പ്രഗത്ഭ വ്യക്തികൾ ജനിച്ച വീടുകൾ, ഇപ്പോൾ ഷേക്സ്പിയറുടെ UK ഇംഗ്ലണ്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് ഷേക്സ്പിയറുടെ വീട്ടിൽ പോകാം. അതുപോലെ തന്നെ ഷേക്സ്പിയറുടെ ഗ്ലോബ് തിയേറ്റർ കാണാം. 1400-കളിലും 500-കളിലും ഒക്കെ ഉണ്ടായിരുന്ന ചരിത്ര നിർമ്മിതികൾ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു പ്രത്യേക രീതിയിൽ ആകർഷിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലും അതേപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഭരണ സംവിധാനങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധ ഉണ്ടാകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചരിത്രാവശേഷിപ്പുകൾ കൂടുതൽ ഉള്ളത് എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെയാണ്. കാരണം ലോകാത്ഭുതങ്ങളിൽ പലതും ഏഷ്യൻ രാജ്യങ്ങളിലാണ്. നമുക്കറിയാം, പുരാതന ലോകാത്ഭുതങ്ങളും ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ചൈനയിലെ വൻമതിലാണെങ്കിലും, പിന്നെ ഏഷ്യയുടെ ഒരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം ഈജിപ്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ പോലും ഏതാണ്ട് മിഡിൽ ഈസ്റ്റിൻ്റെ, മധ്യേഷ്യയുടെ ഭാഗമായിട്ട് തന്നെ കൂട്ടാവുന്നതാണ്. പിരമിഡുകൾ, അതുപോലെ തന്നെ ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ, ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പുരാതന ലോകാത്ഭുതങ്ങളിൽ കൂടുതൽ ഇവിടെയാണ്. അത് പക്ഷേ അതിൽ പലതും ഇന്ന് അവശേഷിക്കുന്നില്ല. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ചോദ്യം എന്തായിരുന്നു? പെൻഷൻ്റെ കാര്യം ചോദിച്ചെന്ന് കേട്ടു അല്ലേ? ഈ പെൻഷൻ പല രാജ്യങ്ങളിലും, ഇപ്പോൾ നമ്മളുടെ ആളുകൾ ധാരാളം പേര് കേരളത്തിൽ നിന്ന് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ കാനഡയിലേക്ക്, യൂറോപ്പിലേക്ക് ഒക്കെ വലിയ തോതിൽ കുടിയേറുന്നുണ്ട്. ഈ കുടിയേറ്റം വലിയ സ്വപ്നങ്ങളുടെ പുറകെയാണ് അത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള ജീവിതം കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, അവരൊരു ഓട്ട മത്സരത്തിൻ്റെ പിന്നാലെ അവരും അങ്ങ് ചെന്ന് ചേരുകയാണ്. അവരുടെ പിന്നിലുള്ളവർ അവരെ തള്ളിക്കൊണ്ട് ഓടുന്നു, മുമ്പിലുള്ളവർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇവർ ഓടാൻ നിർബന്ധിതമാകുന്ന സ്ഥിതിയാണ്. അവിടെ വലിയ ശമ്പളമുണ്ട്, കേരളത്തിലേക്കാൾ തുലനം ചെയ്യാൻ പറ്റാത്ത ശമ്പളമുണ്ട്. പക്ഷേ ആ ശമ്പളത്തിൽ വലിയൊരു ശതമാനവും അവിടെ തന്നെ ചിലവാക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ചെന്നാൽ നമുക്ക് ഇവിടുത്തെ പോലെ ഉള്ള സൗകര്യങ്ങളല്ല. അവിടെ ചെന്നാൽ ഉടനെ ഒരു കാറ് വാങ്ങേണ്ടി വരും. താമസിയാതെ വിവാഹിതനാണെങ്കിൽ ഒരു വീട് വാങ്ങേണ്ടി വരും. ഈ കാറിൻ്റെ കുറേ വർഷങ്ങളുണ്ടാവും. വീടിൻ്റെ ഒരു 10-30 വർഷത്തേക്ക് ലോൺ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. സോഷ്യൽ സെക്യൂരിറ്റി പറഞ്ഞതുപോലെ വലിയ ശമ്പളം, വലിയ സാധ്യതകൾ, റിട്ടയർമെൻറ്റിന് ശേഷമുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി സംരക്ഷണമുണ്ട്. ഈ സംരക്ഷണങ്ങൾക്കെല്ലാമായി 10-40% കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സർക്കാർ അങ്ങ് എടുക്കും ജോലി ചെയ്യുന്ന സമയത്ത്. അല്ലാതെ സൗജന്യമായിട്ട് തരികയല്ല അതൊന്നും ചെയ്യുന്ന അവിടെ. അപ്പോൾ നമ്മൾ അധ്വാനിക്കുക, കൂടുതൽ ശമ്പളം മേടിക്കുക, ആ ശമ്പളം സർക്കാരിന് കൊടുക്കുക, ആ ശമ്പളം സർക്കാർ വയസ്സെത്തുമ്പോൾ തിരിച്ചു തരും. അല്ലാതെ സൗജന്യങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. മനുഷ്യൻ്റെ അധ്വാനം അതിനെ പരമാവധി അവർ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ കുറേയൊക്കെ അധ്വാനത്തെ ലിഷറിൽ, നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനറിയാമല്ലോ, പലപ്പോഴും ഒരു 10-70% സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവരുടെ കഴിവിൻ്റെ ഒരു 20% പോലും യൂസ് ചെയ്യുന്നില്ല സ്റ്റേറ്റ്. അല്ലെങ്കിൽ അതൊന്നും വേണ്ടത്ര രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല, സേവനങ്ങളായിട്ട് കിട്ടുന്നില്ല. അവർക്ക് അതിന് ആനുപാതികമായിട്ടുള്ള പെൻഷനൊക്കെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാനുള്ള, അത്യാവശ്യം മാസവരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിക്ക് കേരളം പോലുള്ളൊരു നാട്ടിൽ, അല്ലെ ഇന്ത്യ പോലൊരു നാട്ടിൽ ജീവിക്കുന്ന അത്ര സുഖസൗകര്യങ്ങളോ സംതൃപ്തിയോ പലപ്പോഴും ഒരു മധ്യപ്രായം എത്തുമ്പോഴേക്കും ഇത്തരം നാടുകളിൽ ഉണ്ടാവാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ശതമാനം ആളുകൾ റിട്ടയർമെൻറ്റിന് ശേഷം, ആ നാട്ടിൽ ജീവിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം കേരളത്തിലേക്ക് വന്ന് തിരിച്ച് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളെ ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത്, ഇവിടുത്തെ ജീവിതം ഇങ്ങനെ യന്ത്രം കണക്കിന് പോകുന്നു, എല്ലാം ഉണ്ട്, ഷോപ്പ് ചെയ്യാൻ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതിനെല്ലാം കാശ് കൊടുക്കണം, ആ കിട്ടുന്ന ശമ്പളമൊക്കെ കാശായിട്ട് കൊടുത്തു തീരും, വലിയധികം മിച്ചമൊന്നും ഉണ്ടാവില്ല.
പിന്നെ വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ശിഷ്ടകാലം അവസാന കാലം നാട്ടിൽ വന്ന് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ നിരന്തരം കേൾക്കുന്നതുകൊണ്ടാവണം ഈ 143 രാജ്യത്ത് പോയിട്ടും എനിക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സ്ഥിരതാമസമാക്കണമെന്ന് തോന്നിയിട്ടില്ല. ഈ നാട്ടിൽ തന്നെ വന്ന് ജീവിക്കണമെന്ന് തോന്നാൻ കാര്യം. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, പൊതുവെ മലബാറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഹോസ്പിറ്റാലിറ്റിനെ കുറിച്ചാണ്. അത് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്, മൂപ്പര് തലശ്ശേരിയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തതാണ് നമ്മുടെ ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുക ഭക്ഷണം കഴിച്ചോണ്ടാണ്. അത് കോഴിക്കോടും മലപ്പുറവും പാലക്കാടും വയനാടൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച വ്യക്തി എന്ന നിലയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റാലിറ്റി അനുഭവം ഉണ്ടോ? പല സ്ഥലങ്ങളിലും ഉണ്ട്. അതായത് ഞാനതിനെ ഇങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വളരെ ആധുനികതയിലേക്ക് പോയ ജനസമൂഹങ്ങളല്ല ഹോസ്പിറ്റാലിറ്റി മുന്നിട്ട് നിൽക്കുന്നത്. അത്ര ആധുനികതയിലേക്ക് പോകാതെ, അത് നമുക്കിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഗ്രാമീണമായ ജീവിതത്തിൽ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുന്ന, ഒരു പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഹോസ്പിറ്റാലിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ വളരെ പ്രാകൃതമായിട്ട് ജീവിക്കുന്ന സമൂഹങ്ങളിൽ ഹോസ്പിറ്റാലിറ്റി പല കാരണങ്ങൾ കൊണ്ട് കുറവുമാണ്. കാരണം അവർ, നമുക്കറിയാം, പുറത്തുനിന്ന് ചെല്ലുന്ന ഒരാളെ കുറച്ചൊക്കെ ഭയത്തോടെ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ആഫ്രിക്കയിലെ കുറേ ഉൾനാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പം ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് ഒരു ക്യാമറയായിട്ടൊക്കെ ഒരാൾ ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു അന്യ നാട്ടുകാരൻ ചെല്ലുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് അറിയാം, മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ പലരും ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുമ്പോൾ, പരിചയമില്ലാത്തൊരു അതിഥി കയറി വരുമ്പോൾ, ഒരു 10-30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 40-50 കൊല്ലം മുമ്പ് ആ വീട്ടിലെ സ്ത്രീകളൊക്കെ പെട്ടെന്ന് വീടിനുള്ളിലേക്ക് മറഞ്ഞു പോകും. അവർ ഒരിക്കലും പുറത്തേക്കൊന്നും വരില്ല. അത് പ്രത്യേകിച്ച് ഒരു മതത്തിലല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിം സമുദായത്തിലല്ല, ഏത് സമുദായത്തിലും, ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഒക്കെ അവിടെ വീടുകളിലെ സ്ത്രീകളെല്ലാം പെട്ടെന്ന് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നൊരു കാഴ്ച കാണുമായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾ കുറേയും കൂടെ ആളുകൾ എന്താണ് വന്നതെന്ന് ചോദിക്കാനും വന്നിരിക്കാൻ പറയാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് മാറി. എന്നാൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള പാശ്ചാത്യ നാടുകളിലൊന്നും അത്ര വലിയൊരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അവർക്കൊരാളെ പരിചയപ്പെട്ടാൽ, അവരെ ബോധ്യപ്പെട്ടാൽ, അവർക്ക് കുറച്ച് സമയത്തേക്കുള്ള ഒരടുപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സഹായങ്ങളൊക്കെ ചെയ്യും, നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷേ നമ്മളൊന്നും അറിയാതെ ചെന്നാലും നമ്മളെ സ്വീകരിക്കുന്ന കുറേ നാടുകളുണ്ട്. പ്രത്യേകിച്ച് ഞാനത് നേരത്തെയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ഈ മധ്യേഷ്യൻ പ്രദേശങ്ങളിലൊക്കെ, ഞാൻ ഈ അടുത്ത കാലത്തും കസാക്കിസ്ഥാനിൽ പോയിരുന്നു, ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ പോയിട്ട് വന്നിട്ട്. അപ്പോൾ ഈ കസാക്കിസ്ഥാനിലൂടെയൊക്കെയുള്ള സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ ചില സ്ഥലത്ത് നിർത്തി ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ നമ്മളെ സ്വീകരിച്ചിരുത്തും, അവർ നമുക്കുള്ള ഭക്ഷണം കൊണ്ടും തരും. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ അവർക്ക് വലിയ ദുഃഖമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വീകരണമാണ് നമുക്ക് അത്തരം സ്ഥലങ്ങളിൽ കിട്ടുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു വലിയ ആധുനികത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളുടെ മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ എനിക്ക് പക്ഷേ ഈ സൗദി അറേബ്യയിലൊന്നും ഉൾനാടുകളിലെ വീടുകളിലേക്കൊന്നും അധികം കയറി ചെല്ലാനുള്ള അവസരം കിട്ടിയില്ല. അവിടുത്തെ കുറേ ചരിത്ര സ്ഥലങ്ങളിലൂടെയും പ്രധാന പട്ടണങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചത്. അത് അടുത്ത ഒരു എക്സ്പ്ലോറേഷനിൽ എനിക്ക് കുറച്ചുകൂടെ അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ദുബായിലും UAE ഒക്കെ ചെല്ലുമ്പോൾ അത്തരം വീടുകളോ ഗ്രാമങ്ങളോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പാർട്ട്മെൻറ്റുകൾ പോലെ അടച്ച വാതിലുകളുമായിട്ടാണ് കൂടുതൽ അവിടെയൊക്കെ ഉള്ളത്. അതൊക്കെ കൂടുതലും ആധുനികതയിലേക്ക്, ഒരു വെസ്റ്റേൺ സംസ്കാരത്തിലേക്ക്, വെസ്റ്റേൺ ജീവിതശൈലിയിലേക്ക് ഈ പറഞ്ഞ ഈ ഗൾഫ് നാടുകളിലെ പട്ടണങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. എന്നാൽ ഈജിപ്തിൻ്റെ ഉൾനാടുകളിൽ നമുക്ക് ഈ പറഞ്ഞ സ്വീകരണം കിട്ടും. അതാണ് ഏകദേശം അതിൻ്റെ ഒരു ധാരണ, അതിനെക്കുറിച്ചുണ്ടാകുന്ന ഒരു ധാരണ. പിന്നെ കിഴക്കനേഷ്യയിൽ ലാവോ എന്നാണ് എഴുതുന്നതെങ്കിൽ ലാവോ എന്നാണ് പറയുന്നത്. ലാവോ, വിയറ്റ്നാം, ഇങ്ങനെയൊക്കെയുള്ള നാടുകളിലെ ഉൾനാടുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഈ സ്വീകരണം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ആധുനികതയിലേക്ക് പോകാത്ത ഗ്രാമീണമായ ജീവിതത്തിൽ തുടരുന്ന നാടുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഒരുമാതിരി നല്ല സ്വീകരണം കിട്ടും. ആളുകൾ വളരെ ഹൃദ്യമായിട്ട് പെരുമാറും. ഭക്ഷണം നമുക്ക് തന്നു തന്നെ നമ്മളെ സ്വീകരിക്കും. സദ്യ ഒരുക്കി തന്നെ ചിലപ്പോൾ അവർ നമുക്ക് അവിടെ നമ്മളെ അവിടെ ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തും. വീട്ടുകാരെല്ലാം മട്ടത്തിൽ വന്നിരുന്ന് കഥ കേൾക്കാൻ വരും. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
സാർ, സാറിനെ കണ്ടത് തന്നെ വലിയ സന്തോഷവും സമാധാനമാണ്. വാക്കുകൾ അതിലേറെ സന്തോഷം തരുന്ന ഒന്നാണ്. എൻ്റെ പേര് ഷംല. ഞാനൊരു ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ഞാൻ ഈ സാർ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ആ സമയം മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പാടുപെടുക. പക്ഷേ അവനെ ഒന്ന് ഏൽപ്പിക്കാൻ എനിക്ക് സ്ഥലമില്ല, ഒരാളില്ല അവനെ ഏൽപ്പിക്കാൻ. സാറ് മുതുകാടിൻ്റെ വിസ്മയിലെല്ലാം പോയത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടുന്ന് സാറിന് സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയുള്ളൊക്കെ കുട്ടികൾ സാറ് കാണുന്നത് ഓൾമോസ്റ്റ് നോർമലാണ്. ഒരിക്കലും ആർക്കും മാനേജ് ചെയ്യാൻ പറ്റാത്തതിൽ അപ്പുറം ഹൈപ്പർ ആയിട്ടുള്ള ADHD ആയിട്ടുള്ള മക്കളുണ്ട്. അവരെയൊക്കെ നോക്കുന്ന ആളുകളുടെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വി ആർ ട്രാപ്ഡ്. ഞങ്ങൾ ട്രാപ്ഡ് ആണ്. എന്തുകൊണ്ട്? ഞങ്ങൾ ഒരു കുറ്റക്കാരല്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് കഴിവുകളുള്ളവരാണ്, ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്, ആഗ്രഹങ്ങളുള്ളവരാണ്. പക്ഷേ ഞങ്ങൾ ട്രാപ്ഡ് ആണ്. ഞങ്ങൾ ഒരു മതത്തിനും വേണ്ട, ഒരു ജാതിക്കും വേണ്ട, ഒരു രാഷ്ട്രീയക്കാർക്കും വേണ്ട. അവരൊന്നും നമുക്ക് വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്യൂ ഉണ്ട്, സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്നേക്കുന്നു. അങ്ങനെ കുറെ ആനുകൂല്യങ്ങളൊക്കെ പറയുന്നു. ഭിന്നശേഷിക്കാർ ജനിക്കുന്നത് ഇങ്ങനെയാണ്, അവരങ്ങനെ തന്നെയാണ്, മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരെ നോക്കുന്ന ആളുകളുണ്ട് സാർ. ഇവരെയൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണ് അവരെ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വിദേശ രാജ്യങ്ങളിൽ സാർ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതല്ലേ? അവിടെയൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? വല്ല പുരോഗമന ചിന്തയും അവിടെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് സാറ് ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അത് ഒരുപാട് സമാന്തരമായി ജീവിക്കുന്ന ഒരു ജീവിതങ്ങൾക്ക് വലിയ സമാധാനമായിരിക്കും. സാറ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഇവിടെ എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് കൂടിയാണ് പറയുന്നത്. നമസ്കാരം സാർ. സത്യത്തിൽ ഏത് ചോദ്യത്തെ നേരിടാനുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നിരുന്നെങ്കിലും ഈ ചോദ്യത്തെ നേരിടാൻ എനിക്കിപ്പോൾ എത്ര ധൈര്യമില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വേദന. എനിക്കറിയാം, ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പലരും സഞ്ചാരത്തിനിടയിൽ, യാത്രകൾക്കിടയിൽ പലയിടത്തും വെച്ച് ഇത്തരം കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അവരെ മാതാപിതാക്കൾ മാനേജ് ചെയ്യാൻ പെടുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്. ഞാൻ ഈ ലോകം മുഴുവൻ കണ്ടതല്ല എൻ്റെ ഭാഗ്യമെന്നും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഞാൻ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ അപ്പം ചിന്തിച്ചു. അപ്പം നിങ്ങളെയൊക്കെ ഇത്തരത്തിലൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് പരിപാലിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന നിങ്ങളെ എഴുന്നേറ്റ് നിന്ന് ഞാൻ ശിരസ് നമിക്കുകയാണ്. നിങ്ങളൊക്കെയാണ് നാളെ, ഇപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരെയൊക്കെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും. സത്യത്തിൽ ഇത്തരം കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി ക്ഷമയോടെ പരിചരിച്ച നിങ്ങളൊക്കെയാണ് നാളെ വിശുദ്ധരെന്നറിയപ്പെടേണ്ടതെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും സമൂഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു കുഞ്ഞ് ഇത്തരത്തിലായിപ്പോയത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, മാതാപിതാക്കളുടെ കുറ്റമല്ല. നിങ്ങളുടെ കിട്ടിയ ഒരു 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 പ്രത്യേക സാഹചര്യമാണത്. സമൂഹത്തിന് അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹം കൂടി ഇതിനകത്ത് ഉണരേണ്ടതുണ്ട്, സർക്കാരുകൾ ഉണരേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ജീവിക്കുന്നു, അവരെ എങ്ങനെ പരിപാലിക്കുന്നു എന്ന് സത്യത്തിൽ നമ്മളുടെ സർക്കാരുകളും നമ്മുടെ വകുപ്പുകളും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ ആണ് എൻ്റെ വിശ്വാസം. അതിന് കാരണമുണ്ട്. ഈ അല്ലാത്ത കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിരന്തരം മുറവിളി കൂട്ടുന്ന, നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന, നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്തിനേറെ ഇപ്പോൾ ഉള്ള നല്ല സൗകര്യങ്ങൾക്ക് പുറമെ ഇനിയും ശമ്പളം കൂട്ടണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുമുള്ള ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ എത്രയൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഗവൺമെൻറ് എന്നൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു കളയരുത്. അങ്ങനെ ഒരു ഗവൺമെൻറ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസികളുണ്ട്. അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. പല നിയോജകമണ്ഡലത്തിൽ നിന്നെത്തിയ ജനപ്രതിനിധികളെല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. അവർക്ക് ആ നാട്ടിലെ ജനങ്ങളോടുള്ളതിനേക്കാൾ വലിയ പ്രതിബദ്ധതയോ ഉത്തരവാദിത്വമോ ഒന്നും എൻ്റെ വാക്കുകൾക്കുണ്ടാവണമെന്നില്ല. ചില ആശയങ്ങൾ ഞാൻ പറയുന്നു, ചിലതൊക്കെ അവർ ഭരണത്തിലുള്ള ആളുകൾ കേൾക്കുന്നു, ചിലത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് ചില സമയത്ത് നടക്കുന്നു, ചിലത് നടക്കാതെ പോകുന്നു. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ സംസാരിച്ച സഹോദരിയെ എനിക്ക് ഈ ജനക്കൂട്ടത്തിനിടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് ഈ ലൈറ്റുകൾ അടിക്കുന്നത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഏത് ഭാഗത്താണെന്നെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ കണ്ടു. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട താങ്കളും നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. താങ്ക് യു.
ഒരുപാട് ഇത്തരം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്കും അവർക്കും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ മുതുകാട് സാറിൻ്റെ ആർട്സ് സെൻറ്റർ, അതുപോലെ ഒരുപാട് അതിന് മാതൃകയായിക്കൊണ്ട് ഇപ്പം കേരളത്തിൻ്റെ പല ഭാഗത്തും, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനും മുതുകാട് അബുദാബിയിലൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പോൾ തിരുരങ്ങാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെയ്ദ് ഹൈദരലി ശാബ്ദങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ സെൻറ്റർ, അവിടെ ഉദ്ദേശിക്കുന്നത് ആ കുട്ടികൾക്ക് മാത്രമല്ല, ആ കുട്ടികൾക്കും അമ്മമാർക്കും അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള അവിടെ വന്ന് അവർക്ക് അവരെ സംരക്ഷണം ഏറ്റെടുത്ത് അമ്മമാർക്ക് ജോലി നൽകി അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ പല പ്രൈവറ്റ് എൻറ്റിറ്റികൾ, സോഷ്യൽ എൻറ്റിറ്റികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അത്തരം സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, എന്നാലും തികയില്ല. എങ്കിലും താങ്കൾക്കൊക്കെ ആശ്വാസം ഉണ്ടാവട്ടെ, തങ്ങളുടെ ആ കുടുംബത്തിന് എല്ലാ രീതിയിലുമുള്ള സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ സെഷൻ കഴിഞ്ഞ 6:20 അപ്പോൾ വളരെ നന്ദി ശ്രീ സന്തോഷ് കുളങ്ങര. അവരുടെ അനുഭവം നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത വാക്കുകളാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കേരളം മുഴുവനും അതെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച് ഇനി സ്പേസിലേക്ക് പോകാൻ താങ്കൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതുമാത്രം ഇവിടെ സൂചിപ്പിച്ചില്ലെങ്കിലും അതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സ്പേസ് യാത്രയ്ക്കുള്ള വാഹനമൊക്കെ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ അതിൻ്റെ ന്യൂസൊക്കെ കാണുന്നുണ്ടാവാം. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും അവിടുത്തെ ടെക്നീഷ്യന്മാരും ചേർന്ന ഫ്ലൈറ്റുകൾ ഇപ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് പൈലറ്റുമാർ ഇതിപ്പോൾ പറത്തി തിരിച്ചു കൊണ്ടുവരുന്ന 6 ഫ്ലൈറ്റുകൾ ഇപ്പോൾ കഴിഞ്ഞു. ഏതാനും ഫ്ലൈറ്റുകളുടെ കഴിയുമ്പോഴേക്കും ഞങ്ങളെപ്പോലുള്ള പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാറാവും. അപ്പോൾ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഈ ഫ്യൂച്ചർ അസ്ട്രോണറ്റ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇതിൽ പോകാൻ തയ്യാറായിരിക്കുന്നത്. അവരെല്ലാം വിളിച്ചു കൂട്ടും. അത് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ചെയർമാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. വെർജിൻ ഗാലക്റ്റിക് എന്നാണ് ആ കമ്പനിയുടെ പേര്. വെർജിൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് റിച്ചാർഡ് ബ്രാൻസൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിഫോർണിയയിൽ അല്ലെങ്കിൽ അവിടെ വലിയൊരു ഡെസേർട്ടിലാണ് ഈ സ്പേസ് പോർട്ടൊക്കെ ഉള്ളത്. ന്യൂ മെക്സിക്കോയിലെ ഒരു വലിയൊരു ഡെസേർട്ട് ഏരിയയിലാണ്. അപ്പോൾ അവിടെ ആയിരിക്കാം ചിലപ്പോൾ ഒത്തുചേരലുകൾ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ നെക്കർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സിലെ ഒരു നെക്കർ ഐലൻഡ്. അപ്പോൾ അവിടെ വെച്ച് ഒത്തുചേരുമ്പോഴും ഞങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, നമ്മൾ എന്നാണ് പോകുന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയാറുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയും, നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ പോകാം, അതിന് നമ്മുടെ വാഹനം റെഡിയാണ്, ഏത് നിമിഷവും പോകാൻ റെഡിയായിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, തിരിച്ചു വരണമെന്നോ നിർബന്ധമുണ്ടെങ്കിൽ കുറച്ച് നാളോടെ കാത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരാനുള്ള നിർബന്ധമുള്ള കുറച്ച് പേരാണ് ഞങ്ങളെന്നുള്ളത് കൊണ്ടാണ് കുറച്ച് സമയം കൂടെ കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ലെറ്റ് us wind up. താങ്ക് യു.